നാട്ടിലാണെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് അനി മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ അവന്തികയെ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ്റെ മുൻപിൽ അനി തുറന്നു പറയുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മളെ പ്രമോയിൽ കാണിച്ചത് മാതിരി അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതെല്ലാം അനിയുടെ വെറും സ്വപ്നമായിരുന്നു, തോന്നലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയാണെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് അനിയും തിരിച്ചറിയുന്നത് അത് സ്വപ്നമായിരുന്നു എന്ന്. ഇതേ സമയം അനിയാണെങ്കിൽ ഇനി ഇത് വിട്ടാൽ പറ്റില്ല, മുത്തശ്ശനോട് കാര്യം അവതരിപ്പിക്കണം, എങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം മുടക്കിയേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരെയും സംബോധിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം അനി പറയുകയാണ് തനിക്ക് ഈ വിവാഹ ബന്ധത്തിന് താല്പര്യമില്ലെന്നും അവന്തികയെ തൻ്റെ സഹോദരിയായാണ് താൻ കാണുന്നതെന്നും അനി വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞു, എന്തിനിപ്പം പറഞ്ഞു എന്ന പല ചോദ്യങ്ങളും ആദർശ് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ അനി പറയുന്നുണ്ട് തനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, തനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം, നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് നമ്മുടെ അനി മുത്തശ്ശനും ആദർശിനും നയനയ്ക്കും മുൻപിൽ വിളിച്ചു പറയുമ്പോൾ ജാനകി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ എന്നെ തല്ലിയാലും ശരി കൊന്നാലും ശരി നന്ദുവിനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ അനി പറഞ്ഞിട്ട് പോകുന്നൊരു പോക്ക്. വിവാഹം കഴിക്കുകയാണെങ്കിൽ നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു കാഴ്ച. ഇതേ സമയം എന്തു ചെയ്യും മുത്തശ്ശ, എന്തു ചെയ്യും അച്ഛ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജാനകി നിൽക്കുമ്പോൾ മുത്തശ്ശൻ ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തുകയാണോ? പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.